ഇപ്പോൾ വെച്ചുമാറ്റം സംഭവിച്ചതും വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പോൾ പൊന്നാനിയിൽ 2 ലക്ഷത്തിനടുത്ത്, കൃത്യമായി പറഞ്ഞാൽ 1,93,000 പര വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇ.ടി. മുഹമ്മദ് ബഷീർ പൊന്നാനി വിട്ട് മലപ്പുറത്തേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ശക്തമായ മത്സരവുമായി ഇപ്പോൾ വസീഫ് ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ പൊന്നാനിയിലേക്ക് ഹംസ സ്ഥാനാർത്ഥിയായി വന്നു. എന്തുകൊണ്ട് ഈ വെച്ചുമാറ്റം? എന്താണ് സിറ്റിംഗ് എം പിമാരുടെ ആദ്യം എന്താണെന്നൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് നേരത്തെ നമ്മളിപ്പോൾ പറയുമ്പോൾ ലീഗിന് 3-ാം സീറ്റ്, അവരുടെ സ്വാധീന ശക്തി കൂടി 15 സീറ്റ്. പക്ഷേ ചരിത്രം മാറിയിരിക്കുക, കാലഘട്ടം മാറി. അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം, ഇവരുടെ മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള മേഖലകളിലൊക്കെ കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ വോട്ടിംഗ് ശതമാനം എടുത്തൊക്കെ ഇടതുപക്ഷത്തിന് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇവർ പേടിയാണ്. ഇവർ പറഞ്ഞ് ഇനി 3-ാം സീറ്റ് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ വയനാടോ എവിടെയെങ്കിലും സീറ്റ് കൊടുത്തവർ ജയിക്കുമെന്ന് അവർക്ക് ഉറപ്പൊന്നുമില്ല. ലീഗിന് അങ്ങനെ ഒരു പേടിയുണ്ട്. നമ്മൾ അവിടെ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് വലിയ ശക്തിയുക്തം വാദിക്കാതിരുന്നതിൻ്റെ കാര്യം എന്താ പറയുക? 3-ാം സീറ്റ് ഇനി അങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ തോറ്റു ചെയ്യാൻ തീർന്നു കഴിഞ്ഞ് പഴയ 5-ാം മന്ത്രി സ്ഥാനത്തിൻ്റെ കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ഇതും കൂടിയുണ്ട്, ഈ ഒരു സാധനം കൂടിയുണ്ട്. അതായത് സിജു ഇങ്ങനെയാണോ സിജു കാണുന്നത്? ഞങ്ങളിങ്ങനെ ചോദിച്ച് നിൽക്കും, വേണമെന്നില്ല, ഞങ്ങൾ ചോദിക്കും, ബാക്കി നിങ്ങളൊക്കെ തീരുമാനിച്ചു എന്ന് കോൺഗ്രസിനോട് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും പൊന്നാനി വിട്ട് ഇ.ടി. അങ്ങോട്ടും മലപ്പുറത്തു നിന്ന് സമദാനിയും? ഒരാൾ മാറുന്നത് മനസ്സിലാക്കാം, പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് സിജു പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അകത്ത് അവരുടെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ ആന്തലുണ്ട് ഈ സീറ്റുകളെ സംബന്ധിച്ച്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ലീഗിനെ സംബന്ധിച്ച് മലപ്പുറവും പിന്നെ കൂടിപ്പോയ കോഴിക്കോടും കണ്ണൂരിനും അപ്പുറത്തേക്കൊരു ചിന്ത മുസ്ലിം ലീഗിനില്ല. അവർക്കിത് ദേശീയ തലത്തിലോ അതല്ലെങ്കിൽ രാജ്യത്ത് നേരിടുന്ന ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിഷയങ്ങളെ സംബന്ധിച്ചോ ഒരു പ്രശ്നവും ലീഗിനോ ലീഗിൻ്റെ അണികൾക്കോ ഇല്ല. അവരെ സംബന്ധിച്ച് അധികാരമാണ് പ്രശ്നം. അടുത്ത ഒരു UDF സർക്കാർ വരുമ്പോൾ ഇപ്പം ഞങ്ങൾ ഒരു സീറ്റ് നിങ്ങൾക്ക് അങ്ങോട്ട് തന്നില്ലേ, അത് വെച്ചിട്ട് വിലപേശി കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറഞ്ഞതിനോട് ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ, ഈ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട് പാർട്ടിയെ ഈ ലീഗ്. മലപ്പുറം ജില്ലാ അവിടുത്തെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന ഒരു കീഴ്വഴക്കം പണ്ട് തൊട്ടേ ഉള്ളതാണ്. അത് ഈ ഹൈദരാലി തങ്ങൾ 18 വർഷം കാത്തിരുന്നു ഇങ്ങനെ ഈ മലപ്പുറം ജില്ലാ പ്രസിഡന്റായിട്ട് 18 വർഷം ഇരുന്നു. അതിനുശേഷം ഷിഹാബ് അലി തങ്ങൾ മാറുകയും ചെയ്തു. ഇത് അപമാനിക്കുന്ന രീതിയായി പോകും. അല്ല, അങ്ങനെ ഇതുകൊണ്ട് ശരിക്കും അതുകൊണ്ട് അവരങ്ങനെ ഒരു ആ പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം അങ്ങനെയാണ്. രാമനാഥപുരത്ത് നിന്ന് നവാസ് ഖനിയെ കൊണ്ടുവന്ന് പണക്കാട്ട് കൊണ്ടുവന്ന് അവരുടെ കൂടെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുകയല്ലേ. മനു, ഇതിൽ പൊന്നാനിയുടെ കാര്യത്തിൽ ഇവർ വെച്ചുമാറുന്നത് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. കാരണം കണക്കുകൾ നോക്കിയാൽ വലിയ ഭൂരിപക്ഷം നേടിയ മണ്ഡലങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ആ മണ്ഡലങ്ങളിൽ വീണ്ടും മത്സരിക്കാൻ, മാറ്റുരയ്ക്കാൻ, ഇപ്പോൾ പൊന്നാനിയിൽ മത്സരിക്കാൻ ഇ.ടി. തയ്യാറാകാത്തത്? സ്വാഭാവികമായി അതിലൊരു ഭയപ്പാടിൻ്റെ പ്രശ്നമുണ്ട്. മലപ്പുറത്ത് സമദാനി എന്തുകൊണ്ടാണ് പരസ്പരം ഒരു പഴയ വീഞ്ഞു കുപ്പിയിലെന്ന് പറയുന്നതിൽ ലേബൽ മാത്രം ഒന്ന് മാറുകയാണ്, ആളുകൾ മാറുന്നില്ല? അവിടെ ഹംസ പറഞ്ഞൊരു വളരെ ഷാർപ്പായ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് മനു ആ മാറ്റത്തിന് പിന്നിൽ കാണുന്നത് എന്താ? ഞാനത് ഈ ചോദ്യം സത്യത്തിൽ എനിക്ക് ആദ്യം അതിൻ്റെ ഗുട്ടൻസ് പിടി കിട്ടിയിരുന്നില്ല. മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം എന്തായാലും ഒന്ന് ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയുണ്ട്. അതായത് ഈ പരിചയസമ്പന്നരായ നേതാക്കളുടെ സാന്നിധ്യം 2 മണ്ഡലങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് മാറി മത്സരിക്കുകയാണ് എന്ന മറുപടിയാണ് നൽകിയത്. അത് അവരുടെ വ്യാഖ്യാനം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ഹംസ പൊന്നാനിലേക്ക് വരുമ്പോൾ അവിടെ ഇക്വേഷനിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം ഈ ലീഗിൻ്റെ ഉള്ളുകളികളും ലീഗിൻ്റെ ഇടപെടലുകളും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാൻഡിഡേറ്റാണ് ഈ എം.ഹംസ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ സ്വാഭാവികമായും ഒരു ചെറിയ ഭയപ്പാട് മനസ്സിലുണ്ട് എന്ന അതാണ് വസ്തുത. ഇപ്പോൾ ഇ.ടി. മുഹമ്മദ് ബഷീർ പറയുമ്പോൾ അബ്ദുൾ സമദ് സമദാനിക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അതിനെ എതിർക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അത് ഇന്ന് പറഞ്ഞു. ബഷീർ സാഹിബ് ഒരു നിർബന്ധമുണ്ടതുകൊണ്ട് ഞങ്ങളങ്ങ് വഴങ്ങേണ്ടി വന്നു. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് രണ്ടുപേരുടെയും താല്പര്യത്തിനപ്പുറം ഇ.ടിയുടെ താല്പര്യം എന്നുള്ളതിനാണ് എന്നുള്ള ഒരു സാഹചര്യം. അവിടെ അതിനകത്തൊരു കാരണമുണ്ട്. അതിലേക്കൊരു ശക്തമായ ക്ലൂ LDF സ്ഥാനാർത്ഥി ഹംസയിൽ നിന്നല്ലേ വാർത്താ സമ്മേളനത്തിന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു കാര്യം ഉറപ്പുവരാം, എന്നെ ജയിപ്പിച്ചാൽ ഞാൻ ഒരു അവൈലബിൾ MP ആയിരിക്കും. അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൊന്നാനി ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ ഒരു മത്സരമായി മാറാൻ നല്ല സാധ്യതയുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ MP-ക്കെതിരെ അപ്പോൾ സിറ്റിംഗ് MP തന്നെ മണ്ഡലം മാറിപ്പോകുന്ന അവസ്ഥ പൊന്നാനിയിൽ വരുന്നു. മുൻ ലീഗ് നേതാവ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു. അപ്പോൾ സംഗതി കലക്കും, ജോറാകും പൊന്നാനി.